അവർക്ക് മനസ്സിലാവും 24 hours ഓക്കെ നമുക്ക് നാളെ തിരിച്ചുണ്ട് അങ്ങനെ അവർക്ക് മനസ്സിലാവും. ചിലവർക്ക് മനസ്സിലാവില്ലെന്ന്. എന്തിന് പുതിയ ആളുകൾ മാത്രമല്ല പഴയ ആളുകൾ ഇതിൽ ആക്റ്റീവായ കുറേ ആളുകൾ ഉണ്ടാവില്ലേ കൂടുതലുള്ള സംഭവം അവർക്ക് പോലും അറിയില്ല. എന്നിട്ട് വേണ്ട പുതിയ ആൾക്കാർ. അപ്പോൾ അത് പോട്ടെ, പാട്ട് പാടുന്നില്ല ഇനിയിപ്പോൾ പാട്ട് പാടാൻ നമുക്ക് വരില്ല. ഫുഡ് കഴിക്കണ്ടേ, വിശക്കുന്നുണ്ട്. നിങ്ങളൊക്കെ കഴിച്ചോ? ഞാൻ ഇത്ര നേരം പാടിക്കൊണ്ടേയിരുന്നു ജയരാജെ. കുറച്ച് മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പാട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാടിക്കൊണ്ടിരുന്നു, അപ്പം കേൾക്കാമായിരുന്നല്ലോ. അപ്പം ജയറാം ഫിലിം ബ്ലോഗ്സ് എന്ന് പറയുന്നു. ഫിലിമിൻ്റെ ബ്ലോഗ്സ് അല്ലേ? ഓക്കെ. അപ്പം ചിരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ കഴിച്ചോ ജയരാജ്? സന്ധ്യ പിന്നെ പതുക്കെ വൈകിട്ട് കഴിക്കുള്ളൂ അല്ലേ? സന്ധ്യ പോയോ? കുട്ടയൊക്കെ നാളെ തിരിച്ചു വരാൻ പറയുന്നുണ്ട്. രാജറാണി കുട്ടയൊക്കെ കേട്ടോ കൂട്ടാക്കിയിട്ടോ നാളെ തിരിച്ചു വരാൻ പറയുന്നുണ്ട്. എന്താ പറയുക, ഒന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കൂട്ടാക്കണം. അതും വേറെ. പറഞ്ഞിട്ട് കൂട്ടാക്കിയിട്ട് പറയുമ്പോൾ അവരപ്പം തന്നെ വരില്ല. നമ്മളിതിൽ പറയും വേണം. ഇപ്പം ലൈവിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ലൈവിൽ എഴുതി വിടണം. അത് അവർക്ക് അറിയില്ല. പിന്നെ ബിന്ദു ചേച്ചി എന്നെ ആദ്യം പറഞ്ഞു അല്ലേ? അത് പിന്നെ ജയരാജ് ഇരിക്കുന്നുണ്ട്. പിന്നെ എന്താണ് നിനക്ക് ഞാൻ അടിക്കപ്പാ അതേട്ട് ഞാൻ വന്നു. കഴിച്ചില്ല പറയുന്നുണ്ട്. അമ്മേ നീ വിശന്നിട്ട് വേറെ ചെയ്യുന്ന എനിക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകണേ. പാടിയില്ലല്ലോ മാനത്തേരാ പാടി ചിച്ച ചിച്ച അറിയുന്നില്ല ആത്മാനുരാഗം അറിയേണ്ട ഒരാൾ മാത്രം. ഞാൻ എന്നാ മറന്നു അറിയാതെ നിന്നു. 40 വന്നിട്ടില്ല. വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടാ? ജയറാജാണോ 40 ആക്കിയത്? 39 കണ്ടിരുന്ന. അപ്പൊ നമ്മുടെ സന്ധ്യ പോയോ? അപ്പം ഞാൻ സ്റ്റോപ്പാക്കാൻ വിചാരിക്കുന്നത്. 2 മണിക്കൂറായേ. ഇപ്പം ആരും കണ്ടില്ലെങ്കിൽ ഞാൻ ഒരു 2 മിനിറ്റ് കൂടെ നോക്കും. ലൈക്ക് നമ്പർ 40 കൂട്ടിട്ട് സെറ്റ്. അതെങ്ങനെയാണ്? എനിക്കിതിൽ 43 കാണുന്നുണ്ടല്ലോ. ഏതൊക്കെയാണ് ലൈക്ക്? രാഹുൽ വന്നിട്ടുണ്ട്. ലാൽ സലാം രസകാക്കളെ എന്ന് പറഞ്ഞിട്ട്. രാഹുലേ അയ്യോ ഞാനിപ്പോൾ പോവാൻ നിൽക്കുമായിരുന്നു. എല്ലാവരും വരുന്നത്. 2 പുതിയ വാവ് താങ്ക്സ് ജയരാജ്. താങ്ക്സ്, വെരി വെരി താങ്ക്സ്. കഴിക്കാൻ പോയില്ലേ ചോദിക്കുന്നുണ്ട്. അതാ ഞാൻ കഴിക്കാൻ പോകുമ്പോഴാണല്ലോ എല്ലാവരും വരുന്നത്. പിന്നെ രാഹുൽ വന്നിട്ട് ലാൽ സാം സഹാക്കളെ പറയുന്നുണ്ട്. അപ്പോൾ രാഹുലേ ഞാൻ കഴിക്കട്ടെ കേട്ടോ, ഞാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്റ്റോപ്പ് ചെയ്യാറ് നിൽക്കായിരുന്നു. ഓക്കെ താങ്ക്സ് കേട്ടോ. ഇവിടെ ജയരാജ്. ഇപ്പം രാഹുൽ ഭക്ഷണം കഴിച്ചോ? രാഹുലെ ഞാൻ കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഹായ് രാഹുലിനോട് പറയുന്നുണ്ട്. സന്തോഷ് കഴിക്കാൻ പോയില്ലേ ചോദിക്കുന്നുണ്ട്. അയ്യോ പൊക്കോ ഞാനും പോവാ ബായ് പറയുന്നുണ്ട്. ഓക്കെ ജയരാജ് ബൈ. സന്തോഷ് കഴിച്ചോ? ഞാൻ കഴിക്കാൻ പോകണോ? എന്തിനും ഇനി നമുക്ക് ഇരിക്കാൻ പറ്റില്ല. വീടും പിന്നെ രാഹുൽ എൽസാം അപ്പം ഞാൻ എല്ലാവരോടും ഹായ് പറയുന്നു. ഹായ് ബായ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ഞാനെന്നാ ഇനി നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ. വൈകുന്നേരം എനിക്ക് ടുഗദർ ലൈവ് ഉണ്ടാവേ. അപ്പം എല്ലാവരും വരണം. ടുഗദർ ലൈവിലേക്ക് ഞാൻ എല്ലാവരും സഹകരിക്കുന്നു. അപ്പം എല്ലാവരും വരിക. ഓക്കെ ബൈ. 6:30 എല്ലാവരും വരണേ. ഓക്കെ ബൈ എന്നാ. ഓക്കെ ഇനി ആരും വരില്ല വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇനി ഇതാക്കട്ടെ, ഓഫ് ചെയ്യട്ടെ. ഓക്കെ ബൈ. അൽസ്ലാം വരില്ല എന്ന് വിചാരിക്കുന്നതന്നെ ഒരാൾ വന്നു. തിരുമേനി ഹായ്. ഞാൻ കഴിക്കാൻ പോകുന്ന തിരുമേനി ബായ്. അപ്പോൾ വന്നതിന് ലൈക്ക് ഇട്ടതിനൊക്കെ വെരി വെരി താങ്ക്സ്. ഓക്കെ പോയി കഴിച്ചിട്ട് വരൂ എന്ന് പറയണ്ടേ. അതെ ഞാൻ കഴിച്ചിട്ട് വരട്ടെ. ഇനിയിപ്പോൾ ഇരുന്നുകൊണ്ടിരുന്ന എല്ലാവരും വന്നുകൊണ്ടല്ലേ ഇരിക്കുള്ളൂ. എന്താ പറയുക 2 മണിക്കൂറായി. ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ വിചാരിക്കുന്നു കേട്ടോ. ഞാൻ വൈകുന്നേരം വരുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം എല്ലാവരും വരണേ. ഓക്കെ ശരി എന്നാൽ ബൈ.